വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ഈ ബാഗ് നോക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പേടിക്കണ്ട, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. അപ്പോഴത്തേക്കും ഇന്ന് പോകുന്ന വഴിയെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അതാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ്, പക്ഷേ വർക്കിന് ദുബൈയിലാണ്. അപ്പം ഷാർജ എന്ന് പറയുമ്പോഴത്തേക്കും നഹദായി പ്ലേസ് കാണും. അപ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഒന്ന് 4 to 12:30 ആണ്. അപ്പോൾ ഞാൻ ഒരു 2:20 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ സഹാറ മാള്. അപ്പോൾ ഈ സഹാറ മാളിൽ ഇവിടെ നിന്ന് ബ്രിഡ്ജുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ദുബൈ സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടും. അപ്പോൾ ഒരു 10 to 15 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തൂടെ, പാർക്കിങ്ങിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സഹാറ മാളിൻ്റെ അകത്തുനിന്ന് പോവാം, പക്ഷെ നമ്മൾ പോകില്ല ഗായ്സ്, എളുപ്പപ്പണി. അപ്പോൾ നമുക്ക് ഇതുവഴി പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെന്താണ്, ഈ വേലി കണ്ടില്ലേ, ഈ വേലിക്കപ്പുറമാണ് ദുബൈ സൈഡ്. അപ്പോൾ അവിടെ ഒരു ബസ് കിടപ്പുണ്ട്. അപ്പോൾ ആ ബസ് പിടിക്കാനുള്ള സ്പീഡിന് നടക്കുകയാണ് ഞാൻ. അപ്പോൾ ദാ ഈ കിടക്കുന്ന ബസ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബസ്സിൽ കഴിഞ്ഞാൽ ഒരു 10 to 15 minutes എടുക്കും പോകാനായിട്ട്. അപ്പോൾ ദുബൈയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ എത്താറായി, സ്റ്റേഡിയം എത്താറായി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് NMC സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ബസ്സിലൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോ എടുക്കണം കേട്ടോ. ഫേസൊക്കെ ഇങ്ങനത്തെ നോക്കാമല്ലോ. അപ്പോൾ നല്ല ചൂടാണ്. ഞാൻ വേർത്തൊടിച്ചിട്ട് മേക്കപ്പ് എല്ലാം പോയി ഗായ്സ്. അപ്പോൾ ഞാൻ സ്റ്റേഡിയം എത്തി കേട്ടോ. അപ്പോൾ ഇനിയൊരു 5 minutes എടുക്കും ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുവാണ് ഗായ്സ്. ഇതാണ് നമ്മളുടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. എല്ലാവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് കാണാം. ഇത്രയും പെട്ടെന്ന് ഇതിനകത്ത് കയറി നമുക്ക് കാണാം. ഭയങ്കര ചൂടാണ് ഗായ്സ്. ഈ ചൂട് നമുക്ക് സഹിക്കാനേ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എസ്കലേറ്റർ കയറി അങ്ങ് എത്തണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വേഗം എത്തിക്കഴിഞ്ഞാൽ വേഗം മെട്രോയിൽ കയറാം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ദുബൈയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഊദ്മിത്തലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫ്രം ഷാർജ തൊട്ട് കേട്ടോ 1 മണിക്കൂർ ഏകദേശം എടുക്കും. അപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിയും. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു മെട്രോ പോയി. ഇനിയിപ്പോൾ അടുത്ത മെട്രോ പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ മെട്രോ എത്തിക്കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ്, അത് ഭയങ്കര മുഖ്യമാണ് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, കിട്ടില്ല ഗായ്സ്. അപ്പോൾ പിന്നെ നിൽക്കാൻ അത് തന്നെ. അപ്പോൾ പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയാണ് ഈ മെട്രോയിൽ ഇങ്ങനെ പോകുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സ്റ്റേഷനെത്തി. ഷാർജയിലാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു 10 to 15 minutes നടക്കാനുണ്ടാവും. ദുബൈയിലാണ് മാക്സിമം കേട്ടോ ഞാൻ പറയുന്നത്. ഷാർജയിൽ കാരണം കമ്പയർ ടു ദുബൈ ഷാർജ കുറച്ച് എക്സ്പെൻസീവ് കുറവാണ്. അപ്പം നമ്മൾക്കുള്ള ഫാമിലി പോകുന്നത് നമ്മൾ ഷാർജയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എൻ്റെ സ്റ്റേഷനൊക്കെ എത്തി. ഞാൻ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ കരുതും ഈ ദുബൈയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾ എന്തിനാണ് ഷാർജയിൽ കിടക്കുന്നത്. മെട്രോയൊക്കെ ഞാൻ പുറത്ത് ഇവിടുത്തെ എല്ലാ പ്രവാസികളും ഇങ്ങനെയാണ് ഗൈസ്. ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കണയൊക്കെ നമ്മൾ ഷാർജയിലാണ്. കാരണം കമ്പാരിറ്റീവ് ടു ദുബൈ നമുക്ക് ഷാർജ എന്ന് പറഞ്ഞത് കുറച്ച് എക്സ്പെൻസീവ് കുറവാണ്, റെൻറ്റും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 minutes നടക്കണം. പിന്നെ റോഡ് ക്രോസ് ചെയ്യണം. വേണമെങ്കിൽ എനിക്ക് ഒരു ലൈൻ പിടിച്ച് തന്നെ നടക്കാം. പക്ഷേ ഈ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് തണൽ കിട്ടും. ചൂട് ഒട്ടും പറ്റില്ല ഗൈസ്. റോഡൊക്കെ ക്രോസ് ചെയ്യണം.
സ്ട്രീറ്റിന് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഊദ്മേത്ത ബസ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഊദ്മേത്ത ബസ് സ്റ്റേഷൻ, അപ്പോൾ ഈ ബസ് സ്റ്റേഷൻ്റെ അകത്തോടെ ഞാൻ അങ്ങ് പുറത്തിറങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് തണലുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കമ്പനി കാണാം ഗായ്സ്. പക്ഷേ ഞാൻ കാണിക്കില്ല ഗായ്സ്, കുറച്ച് നടക്കാണ്ട് കേട്ടോ, നല്ല ചൂട്. അപ്പോൾ ഈ ഞാൻ എത്തി. അപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യണം. അപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോവാം. പക്ഷേ ഏത് നമ്മളങ്ങനെ പോകാറില്ല ഗായ്സ്, ഈസി പണി. അപ്പോൾ ഈ റോഡ് വലിയ റോഡാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ബാഗ്, കുട, ഫോൺ ഇതെല്ലാം വെച്ച് പറ്റില്ല ഗൈസ്. അപ്പം ഞാൻ ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഷീഷ ഫാക്ടറി. അപ്പോൾ എൻ്റെ പ്ലേസ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ ഓഫീസ് എത്തി ഗായ്സ്. ഈ മാളിനകത്താണ് ഓഫീസ്, പക്ഷെ കാണിക്കില്ല, പ്രൈവസി. എന്തായാലും വർക്ക് പ്ലേസ് ഒന്നും കാണിക്കുന്നില്ല. അത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ലിഫ്റ്റിനകത്ത് കയറി ഒരു 2-3 പട്ടി ഷോ ഒക്കെ കാണിച്ച് ഫോട്ടോ ഒക്കെ നോക്കി. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നിൽക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ബൈ ബൈ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.